നമസ്കാരം, ഋഷിഭക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് അല്പം ജ്യോതിഷപരമായിട്ടുള്ള കാര്യമാണ് പ്രതിപാദിക്കുന്നത്. പൊതുവെ സംസാരിക്കുന്നവരെ എല്ലാവർക്കും ഇഷ്ടപ്പെടാറുണ്ട്. സംസാരിച്ച് മറ്റുള്ളവരെ വശീകരിക്കുന്നത് ഒരു കഴിവ് തന്നെയാണ്. ജന്മനാ അത്തരത്തിൽ കഴിവുള്ള ചില നക്ഷത്രക്കാർ തന്നെയുണ്ട്. അത്തരത്തിലുള്ള രസകരമായിട്ടുള്ള സംഭാഷണ ശൈലി കൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കുന്ന ഏതാനും രാശിക്കാരെയാണ് നാം ഇന്ന് പരിചയപ്പെടുന്നത്. 6 രാശിക്കാരാണ് അത്തരത്തിൽ സവിശേഷമായ ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾ ഉള്ളത്. നമുക്ക് ആ രാശിക്കാർ ആരൊക്കെയാണ് എന്നൊന്ന് പരിശോധിക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾ കാണുവാൻ സാധിക്കുന്നതാണ്. എന്റെ മറ്റൊരു ചാനലായിട്ടുള്ള തീർത്ഥയാത്ര എന്ന യൂട്യൂബ് ചാനലില് ക്ഷേത്രങ്ങളെ കുറിച്ച് നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. ക്ഷേത്രങ്ങളെ കുറിച്ചുള്ള അറിവുകൾ പകരാറുണ്ട്. ആ ചാനൽ കണ്ട് ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. ചാനലിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണ്. സംഭാഷണങ്ങളിലൂടെ മറ്റുള്ളവരെ പെട്ടെന്ന് വശീകരിക്കാൻ സാധ്യതയുള്ള 6 രാശിക്കാരിൽ ഒന്നാമത്തെ രാശി മേടക്കൂറാണ്. മേടക്കൂറിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തിക, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. സ്വന്തം ശരീരഭാഷകൾ കൊണ്ടും ചേഷ്ടകൾ കൊണ്ടും മറ്റുള്ളവരെ സ്വാധീനിക്കാൻ കഴിവുള്ള രസികന്മാരല്ല അഥവാ മിടുക്കന്മാരാണ് മേടക്കൂറുകാർ. ഇവരുടെ സംസാരത്തെക്കാൾ മറ്റുള്ളവരെ ആകർഷിക്കുക ഇവരുടെ പ്രവർത്തികളാണ്. ഇവർക്കൊപ്പം സമയം ചെലവിടാൻ സുഹൃത്തുക്കൾക്ക് താല്പര്യമുണ്ടാകും. മറ്റുള്ളവരെ പെട്ടെന്ന് സംസാര ശൈലി കൊണ്ടും മറ്റും ആകർഷിക്കാൻ കഴിവുള്ള 6 രാശിക്കാരിൽ രണ്ടാമത്തെ രാശി മിഥുനക്കൂറുകാരാണ്. മിഥുനക്കൂറിൽ വരുന്നത് മകയിരത്തിന്റെ 2ാം പകുതി, തിരുവാതിര, പുണർദത്തിന്റെ 1/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. തങ്ങളെയും മറ്റുള്ളവരെയും ചിരിപ്പിക്കുന്നതിൽ സ്വതവേ വിരുതുള്ള രാശിക്കാരിൽ മിഥുനക്കൂറുകാർ മുൻപന്തിയിലാണ്. എന്നാൽ ചില സമയങ്ങളിലൊക്കെ മിഥുനക്കൂറുകാർക്ക് അതിരുകടന്നു പോയേക്കാം. അത് ചിലപ്പോൾ മറ്റുള്ളവരെ വേദനിപ്പിച്ചേക്കാം. എന്നിരുന്നാലും ഇത്തരത്തിൽ വശീകരിച്ച് മറ്റുള്ളവരെ സംഭാഷണത്തിൽ രസിപ്പിക്കുന്നതിന് മിഥുനക്കൂറുകാർക്ക് കഴിവുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള വിഷമഘട്ടത്തിൽ നിൽക്കുന്നവരെ പോലും അവരുടെ ആ സന്ദർഭങ്ങളെയൊക്കെ മറക്കാൻ പര്യാപ്തമാക്കി അതൊക്കെ അനുകൂലമാക്കി എടുക്കാൻ മിഥുനക്കൂറുകാർക്ക് കഴിവുണ്ട്. മറ്റുള്ളവരെ എളുപ്പം സംസാരത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും വശീകരിക്കാൻ കഴിവുള്ള 6 രാശിക്കാരിൽ 3ാമത്തെ രാശി കന്നിക്കൂറുകാരാണ്. കന്നിക്കൂറിൽ വരുന്നത് ഉത്രത്തിന്റെ 1/4 ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് വളരെ രഹസ്യാത്മകമായി കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നവരാണ്. മോശം സാഹചര്യങ്ങളാണെങ്കിൽ പോലും ലളിതമായി സരസമായി കാര്യങ്ങളെ കൈകാര്യം ചെയ്ത് മറ്റുള്ളവരെ പെട്ടെന്ന് സന്തോഷിപ്പിക്കാനും ആകർഷിക്കാനും കന്നിക്കൂറുകാർക്ക് സാധിക്കും. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി സ്വയം ഉദാഹരണങ്ങൾ പറയുന്നതിനും അവർ മടി കാണിക്കില്ല. മറ്റുള്ളവരെ പെട്ടെന്ന് വശീകരിക്കാനും സംസാരത്തിലൂടെയും പ്രവൃത്തികളിലൂടെയും ഒക്കെ ഒരു സ്വതവേ കഴിവുള്ള 6 രാശിക്കാരിൽ 4ാമത്തെ രാശി തുലാം രാശിയാണ്. തുലാക്കൂറിൽ വരുന്നത് ചിത്തിരയുടെ 2ാം പകുതി, ചോതി, വിശാഖം, 1/4 എന്നീ നക്ഷത്രങ്ങളാണ്. മറ്റുള്ളവരെ ചിരിപ്പിക്കാനും രസിപ്പിക്കാനുമായി എന്ത് കാര്യങ്ങൾ ചെയ്യാനും തുലാക്കൂറുകാർ യാതൊരു മടിയും കാണിക്കാറില്ല. അത്തരം കാര്യങ്ങളിൽ ആളുകൾ എന്ത് ചിന്തിക്കുമെന്ന് പോലും കരുതാതെ ഇവർ മറ്റുള്ളവരെ രസിപ്പിക്കുന്നതിനും സന്തോഷിപ്പിക്കുന്നതിനും വശീകരിക്കുന്നതിനുമായി എന്തും ചെയ്യും. മറ്റുള്ളവരെ പെട്ടെന്ന് ആകർഷിച്ച് സന്തോഷിപ്പിക്കാൻ സ്വതവേ കഴിവുള്ള 6 രാശിക്കാരിൽ ധനുരാശിയാണ്. ധനുക്കൂറിൽ വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ധനുക്കൂറുകാരെ സംബന്ധിച്ച് വളരെ വിരസമായിട്ടുള്ള നിമിഷങ്ങളെ പോലും മാറ്റിയെടുത്ത് അത് വളരെ സരസമായി അവതരിപ്പിച്ച് സംസാരിച്ച് കൂടെയുള്ളവരെ രസിപ്പിക്കാൻ അവർക്ക് കഴിയും. ഒരാൾക്കൂട്ടത്തെ മുഴുവൻ രസിപ്പിച്ച് സന്തോഷിപ്പിച്ച് സംസാരിക്കുന്നതിന് അവർക്ക് പ്രത്യേക വിരുദുണ്ട്. കാര്യങ്ങൾ പറഞ്ഞ് ഫലപ്രദമായി പറഞ്ഞു മനസ്സിലാക്കിക്കാനും ചിരിപ്പിക്കാനും ഇവർക്ക് നിഷ്പ്രയാസം കഴിയുന്നതാണ്. മറ്റുള്ളവരെ പെട്ടെന്ന് സംസാരത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും ആകർഷിക്കാൻ സ്വതവേ കഴിവുള്ള 6 രാശിക്കാരിൽ 5ാമത്തെ രാശി വൃശ്ചികക്കൂറുകാരാണ്. വൃശ്ചികക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ 1/4 ഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. മറ്റുള്ളവരുമായി ഇടപഴകാൻ അല്പം സമയം എടുക്കുന്നവരാണ് വൃശ്ചികക്കൂറുകാർ. എന്നാൽ തങ്ങളുടെ സൗഹൃദ സദസ്സുകളിൽ കാര്യങ്ങളെ സരസമായി അവതരിപ്പിക്കുന്നതിനും മറ്റുള്ളവരെ രസിപ്പിക്കുന്നതിനും അവർക്ക് പ്രത്യേകമായിട്ടുള്ള കഴിവുണ്ട്. സത്യസന്ധമായി കാര്യങ്ങളെ അവതരിപ്പിക്കുന്നതുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ ഇവരുടെ സംസാരം അല്ലെങ്കിൽ തമാശകളൊക്കെ അതിര് കടന്നു എന്നും വരാം. എന്നിരുന്നാലും പെട്ടെന്ന് മറ്റുള്ളവരെ ആകർഷിക്കുന്നതിന് സ്വതവേ ഇവർക്ക് കഴിവുണ്ട്. മറ്റുള്ളവരെ പ്രവർത്തന ശൈലി കൊണ്ടും സംസാരം കൊണ്ടും ആകർഷിക്കുന്നതിന് സ്വതവേ കഴിവുള്ള 6 രാശിക്കാരിൽ 6ാമത്തെ രാശി ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. രസകരമായിട്ടുള്ള സംസാര ശൈലിയും പ്രവൃത്തിയും കൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കാൻ സ്വതവേ കഴിവുള്ള ചില രാശിക്കാരുണ്ട്. അത്തരത്തിൽ 6 രാശിക്കാരുണ്ട്.
അങ്ങനെയുള്ള 6 രാശിക്കാരെ നാം പരിചയപ്പെട്ടു കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ ഈ രാശികളിൽപ്പെട്ടവരുണ്ടെങ്കിൽ അവരുടെ സ്വഭാവമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഒത്തു നോക്കുക. ശരിയാണെങ്കിൽ പിന്നീട് ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം അത് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും ഈ അറിവ് നൽകുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിക്കുന്നു. തീർത്ഥയാത്ര എന്നൊരു മറ്റൊരു ക്ഷേത്ര സംബന്ധമായിട്ടുള്ള വിശേഷങ്ങൾ അറിയിക്കുന്ന ഒരു ചാനലുണ്ട്. നിരവധി അറിവുകൾ ആ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ചാനൽ ഇതുവരെ സന്ദർശിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സന്ദർശിക്കുക, വീഡിയോ കാണുക, പ്രോത്സാഹിപ്പിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.